ഇന്ന് മഴ കുറച്ച് കുറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെടിയൊക്കെ ഒന്ന് നോക്കാം, എന്തെങ്കിലുമൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ടോ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ കോളിസ് ചെടി നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന കണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ നീളം കൂടിയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നെങ്കിൽ ഇതൊരു വീഡിയോ ആക്കിയേക്കാമെന്ന്. അങ്ങനെ ഇത് കണ്ട നല്ല ബുഷിയായിട്ട് ഞാൻ നിർത്തിയേക്കുന്നതാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് അങ്ങനെ പോകാണ്ട് അത്രയും പൊക്കാതെ തന്നെ എന്താ പറയുന്നത്, അതിന് മുമ്പ് തന്നെ കട്ട് ചെയ്ത് അതിനെ കുറേ ബ്രാഞ്ചസ് ഒക്കെ ആക്കി ഇങ്ങനെ നിർത്തിയേക്കുവാണ്. ശരിക്കും ഓരോ കമ്പ് വെച്ചിട്ട് ഞാനൊരു ലൈൻ പോലെ ഇങ്ങനെ നട്ടതാണ്. അതിപ്പം നിറയെ ശിഖരങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒരു 3-4 ഇല വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ വിടും. അപ്പോൾ അതിൻ്റെ താഴേന്ന് 2 സൈഡിലേക്ക് ഇത് കണ്ടോ, ഓരോ 4 ഇല വെച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നുള്ളി കളയുമായിരിക്കും. പക്ഷെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറ്റിയെന്ന് വരില്ലല്ലോ, നിറയെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ കത്രിക കൊണ്ട് ഒരേ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തിടും കേട്ടോ. അപ്പോൾ ഒരുപോലെ വളർന്നു പൊങ്ങും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ. ഇതുപോലെ എന്താ പറയുക, മേള് ഭാഗം ഒരു 4 ഇല കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. ഇതെൻ്റെ കയ്യിൽ ശരിക്കും 2 കളറുണ്ട് കേട്ടോ. 2 കളർന്ന് വെച്ചാൽ ഒരു ഗ്രീൻ കളറ് കൂടി നിൽക്കുന്ന ഇലയും ഉണ്ട്, അതുപോലെ ആ ഒരു പർപ്പിൾ ഷെയ്ഡ് കൂടുതലുള്ള ഇലയും ഉണ്ട്. ഗ്രീൻ കുറഞ്ഞും കൂടിയുള്ള 2 ഇതിലുള്ള ഇലകളാണ്. എന്തായാലും ശരിക്കും ഈ കോളിസ് ചെടി അധികം പൊക്കം വെക്കാണ്ട് ഇങ്ങനെ ബുഷിയാക്കി നിർത്തുന്നത് തന്നെയാണ് കാണാൻ നല്ല രസം കേട്ടോ. ഇനി ഇതുപോലെ വേറെ കുറേ പ്ലാന്റ് കൂടെയൊക്കെ വെച്ചിട്ടുണ്ട്. അതുമൊക്കെ ഇനി എന്താ പറയുക, മഴയുടെയൊക്കെ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എല്ലാം ഒന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.